ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദാസ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ഒരു കൊച്ചു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഒന്നുമല്ല, എൻ്റെ അടുത്ത് കുറച്ച് വെറൈറ്റി മുളകുകളുണ്ട്. കുറച്ചെന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് തന്നെ ഉള്ളൂ. ഒരു 4-5 വെറൈറ്റി മുളകുകൾ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനു മുമ്പ് എപ്പോഴും പറയുന്ന പോലെ തന്നെ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇത് എൻ്റെ അടുത്തുള്ള ഒരു വെറൈറ്റി മുളകാണ്. ഇതിൻ്റെ പേരൊന്നും എന്നോട് ചോദിക്കരുത്. ഞാനിവിടെ മത്തങ്ങ മുളക് എന്നൊക്കെ പറയും. അതായത് ഒരു മത്തങ്ങയുടെ ഷേപ്പിലുള്ള മുളകാണത്. അത് മൂത്ത് വരുമ്പോൾ ഒരു വയലറ്റ് ഷെയ്ഡ് വരുന്ന തരത്തിലുള്ള ഒരു മുളക്. പേരെനിക്കറിയില്ല, ചോദിക്കരുത്. ഇത് കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെയുള്ളത് നമ്മുടെ ഉണ്ടമുളക് എന്ന് പറയുന്നൊരു വെറൈറ്റി. അധികം വലിപ്പമില്ലാതെ ഉരുണ്ടിട്ടുണ്ടാവുന്ന ഒരു മുളക്. പിന്നെ നാടൻ മുളക്, താഴത്തേക്ക് തൂങ്ങി നിൽക്കുന്ന നാടൻ മുളക്. പക്ഷെ ഈ മുളകിന് എന്താണെന്നറിയില്ല, എരിവ് കുറവാണ്. എന്താണ് സംഭവം എന്ന് വെച്ചാൽ എനിക്കറിയില്ല. എരിവ് വളരെ കുറവാണ്. പിന്നെ ഇത് മണ്ണുത്തി പോയപ്പോൾ അവിടുന്ന് വിത്ത് തന്ന് അതുണ്ടായതാണ്. സൂര്യമുഖി എന്നാണ് ഈ മുളകിന്റെ പേര്. ഇത് ഭയങ്കര എരിവാണ്, ഭയങ്കര എരിവുള്ളൊരു മുളകാണ്. പിന്നെയുള്ളത്, ഈ മുളകിനൊരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ, ഇത് ആദ്യത്തെ മുളക് വരുന്നത് കുഞ്ഞൻ മുളകായിരിക്കുമ്പോൾ വയലറ്റ് കളറാവും. പിന്നെ അത് ഒന്ന് മൂത്ത് വരുമ്പോൾ വെള്ള കളറാവും. പിന്നെ അത് പഴുക്കാരാകുമ്പോൾ മഞ്ഞയാവും. ലാസ്റ്റ് അത് പ്യൂർ റെഡ് കളറായിട്ട് മാറും. ഇത് വേറൊരു മുളകാണ്. ഇത് പ്യൂർ വൈറ്റ് കാന്താരി മുളകാണ്. ഇത് വേറൊരു ടൈപ്പ്, നല്ല എരിവുള്ളൊരു ടൈപ്പ് മുളകാണിത്. ഇതിന്റെ പേരൊന്നും എന്നോട് ചോദിക്കരുത്. പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ്. ഇതുണ്ടായി നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. നല്ല എരിവുണ്ട് കേട്ടോ. അതുപോലെ ഒരു പ്രത്യേക തരം മണമുണ്ട് ഇതിന്. അതുപോലെ ഇവനാണ് നമ്മുടെ സൂപ്പർ സ്റ്റാർ. ഇത് കാന്താരി മുളക് എന്ന് പറയുന്ന ഒറിജിനൽ കാന്താരി മുളകാണ്. അതായത് എന്താണ് അങ്ങനെ ചോദിക്കുന്നതെന്ന്, അങ്ങനെ പറയുന്നതെന്ന് ചോദിക്കും. സംഭവം ഇത് വളരെ ചെറിയ മുളകാണ്. അരിമുളക് എന്ന് ഞങ്ങൾ പറയും നാട്ടിൻപുറങ്ങളിൽ. കാന്താരി മുളകിലെ ഏറ്റവും ചെറുത് ഇവനാണ് ഒറിജിനൽ കാന്താരി മുളക്. ഇതും കാന്താരി മുളക് തന്നെയാണ്. പക്ഷെ ഇത് വലിപ്പം കൂടിയതിനാണ്. നേരത്തെ കാണിച്ചതിനെക്കാട്ടിലും വലിപ്പം കൂടുതലാണ്. നമ്മുടെ മാർക്കറ്റിൽ ഇവനേക്കാൾ വില കിട്ടുന്നത് ഞാൻ ഇതിന് തൊട്ടുമുമ്പ് കാണിച്ച ആ മുളകാണ്. ഇതെല്ലാം കാന്താരി മുളക് തന്നെയാണ്. പക്ഷെ അവനാണ് പുലി. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.